നമ്മൾ പലപ്പോഴും മറ്റുള്ളവരുടെ മുൻപിൽ പെർഫോം ചെയ്യാൻ, ആളുകളെ ഇംപ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നവരാണ്. നമ്മുടെ കുറവുകളെ മറയ്ക്കാൻ മാസ്ക് ധരിച്ച് നടക്കുന്നവരാണ്. എല്ലാം സോർട്ട് ഔട്ട് ചെയ്ത പോലെ കാണപ്പെടുന്നുവെങ്കിലും മറ്റുള്ളവർക്കും നമ്മെ പോലെ തന്നെ കുറവുകളുണ്ട് എന്നതാണ് സത്യം. എല്ലാവരും തന്നെ ഏതെങ്കിലും ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നവരാണ്. കുറവുകൾ ഉണ്ടെന്ന് അംഗീകരിക്കുമ്പോഴാണ് ദൈവത്തിന് നമ്മളിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നത്. നമ്മളോട് തന്നെ സത്യസന്ധത പുലർത്തുമ്പോൾ, നമ്മൾ പെർഫെക്റ്റ് അല്ല എന്ന് സ്വയം അംഗീകരിക്കുമ്പോഴേ മാറ്റങ്ങൾ സാധ്യമാവുകയുള്ളൂ. നമ്മുടെ കുറവുകളെ അംഗീകരിക്കുന്നത് നമ്മുടെ വീക്ക്നെസ് അല്ല, മറിച്ച് നമ്മൾ സ്ട്രോങ് ആണ് എന്നതിൻ്റെ തെളിവാണ്. ദൈവം നമ്മുടെ കുറവുകളെയല്ല, നമ്മുടെ സാധ്യതകളെയാണ് നോക്കുന്നത്. ഫേക്ക് ആകുമ്പോൾ വളരെയധികം പ്രഷർ അനുഭവിക്കേണ്ടതുണ്ട്. നമ്മൾ ആരാണെന്നുള്ളത് മറ്റുള്ളവർക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അവർ നമുക്ക് ചേർന്നവരല്ല എന്നർത്ഥം. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ജീവിതവുമായി മുന്നോട്ടു പോകുന്നതാണ് നല്ലത്. കാരണം സമയം അത്ര വിലപ്പെട്ടതാണെന്ന് ഓർത്തിരിക്കാം. എല്ലാം എനിക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കും എന്ന ഭാവത്തോടെ സാഹചര്യങ്ങൾക്കനുസൃതമായി എന്റെ മുഖംമൂടി ഞാൻ മാറ്റിക്കൊണ്ടിരുന്നാൽ ദൈവം ഒരു ചുവട് പിന്നിലോട്ട് വയ്ക്കും. ഇമേജ് നിലനിർത്തുന്നതുകൊണ്ടോ മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നതുകൊണ്ടോ നമ്മുടെ ഡെസ്റ്റിനിയിലെത്താൻ, നമ്മുടെ ലൈഫ് മിഷൻ പൂർത്തിയാക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല. നമ്മൾ മറച്ചു വെക്കുന്ന ഏതൊരു കാര്യമായാലും അതിനെ മാറ്റുവാൻ നമുക്ക് സാധിക്കുകയില്ല. മാറ്റങ്ങൾ വരുത്താൻ അതുണ്ടെന്ന് അംഗീകരിക്കുന്നതും സറണ്ടർ ചെയ്യേണ്ടതും ആവശ്യമാണ്. അതുകൊണ്ട് കുറവുകൾ ഉണ്ടാകുന്നത് ഓക്കെയാണെന്ന് തിരിച്ചറിഞ്ഞ് നമ്മൾ എങ്ങനെയാണോ അതുപോലെ മറ്റുള്ളവരുടെ മുൻപിൽ കാണപ്പെടാൻ ശ്രമിക്കാം.